ഇപ്പോൾ AKCCയുടെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായ ജോസൂട്ടി ഒഴികയിൽ അദ്ദേഹം ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ എന്താണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്? ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഗണിക്കാത്ത ഒരു സർക്കാരിനുള്ള കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഗിമ്മിക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ അവകാശവാദങ്ങൾ കൊണ്ടും ഒരു ജനതയുടെ ജനാധിപത്യ ബോധത്തെ അട്ടിമറിക്കുവാൻ സർക്കാരിന് കഴിയില്ല എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ പൂർണ്ണമായി മറന്നുകൊണ്ടും ഒരു വിഭാഗം ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രം ഗുണങ്ങൾ കിട്ടത്തക്ക രീതിയിലുമുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഭരണമാണ്. അതിദരിദ്രരില്ലാത്ത കേരളം പോലെയുള്ള തട്ടിപ്പ് പരിപാടികളും അതുപോലുള്ള കാര്യങ്ങളും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം അങ്ങോട്ട് മാറി ചിന്തിക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിൽ അവർക്കെല്ലാമുള്ള ഒരു സന്ദേശമാണിത്. ഇത് ജയിച്ചവർക്കും തോറ്റവർക്കുള്ള ഒരു സന്ദേശമാണ്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിട്ടികളാകാൻ നോക്കിയാൽ ജനങ്ങൾ അതിന് കൃത്യമായ മറുപടി അവർ ബാലറ്റിലൂടെ നൽകും എന്നുള്ളതിന്റെ സന്ദേശമാണിത്. അതുപോലെ വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള മുഴുവൻ പരാതികൾക്കും കൃത്യമായി ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വന്ന് അതിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, സാധാരണ ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിലില്ലാത്തത്, തൊഴിൽ കിട്ടാത്തതിന്റെ പേരിൽ ഈ രാജ്യം വിട്ട് ആളുകൾ പോകേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതായ നിരവധിയായ പ്രശ്നങ്ങൾ, നെല്ല് അളന്ന് അത് അത് അരിയാക്കി വിറ്റ് കാശ് കൊടുത്താലും ജനങ്ങൾക്ക് അതിന്റെ പൈസ കൊടുക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാതിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കർഷകർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കാര്യങ്ങൾ, ചെറുപ്പക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കാര്യങ്ങൾ, അതോടൊപ്പം അഴിമതിയുടെ കഥകൾ, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങി പെണ്ണ് കേസിലും പെണ്ണ് വർത്തമാനത്തിലും അതുപോലെ തന്നെ ബാലിശമായ ചില കാര്യങ്ങളിലും ആളുകളെ അഭിരമിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇതിനെല്ലാം ഉള്ള കൃത്യമായ ഉത്തരമാണ് ഈ ബാലറ്റിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇത് തുടരും എന്ന് തന്നെ ഈ സർക്കാർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറമായി ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചു. അതിൽ തീർച്ചയായും ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിനും ഈ വസ്തുക്കൾ ജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയും ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. ക്രൈസ്തവരെ അവഗണിച്ചതിനുള്ള മറുപടിയും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഇതൊരു പാഠമായി എടുത്തുകൊണ്ട് നന്നായി ഭരിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകുക, ഇല്ലെങ്കിൽ കൂടുതൽ കടുത്ത തിരിച്ചടികൾക്ക് തയ്യാറാകുക എന്നാണ് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയിൽ മുന്നോട്ട് വച്ചിരുന്ന പല വിഷയങ്ങളുണ്ട്. അത് കേരളത്തിലെ ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അത് ബാധിക്കുന്ന ഒരു വിഷയങ്ങളായിരുന്നു. അത്തരത്തിൽ ആ സമയങ്ങളിലെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളിൽ സർക്കാർ വീണ്ടും നിസ്സംഗത പാലിക്കുകയാണെങ്കിൽ അത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ അതിന് കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകും എന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവർത്തിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രകളിൽ പറയുകയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് മലയോര മേഖലയിലെ കണക്കുകളായാലും നോക്കാം, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നിൽക്കുന്ന കടലോര മേഖലയിലെ കണക്കുകൾ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നന്നായി ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് കോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, മുനമ്പത്ത് ആ ഒരു മുനമ്പം പ്രശ്നം നടന്ന സ്ഥലത്ത് അവിടെ ആദ്യമായി ഒരു BJP മെമ്പർ വിജയിച്ചിരിക്കുന്നു, ആ ഒരു മുനമ്പ് പള്ളിയുള്ള ആ ഒരു വാർഡിൽ, 1-ാം വാർഡിൽ. അത്തരത്തിൽ സർക്കാരിനോട് എണ്ണി പറഞ്ഞ പല വിഷയങ്ങളിലും നിസ്സംഗത തുടരുന്ന സർക്കാർ, JB കൊച്ചി കമ്മീഷൻ ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിസ്സംഗത പാലിച്ചപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഭരണമല്ല തുടരുന്നത്, ഇതുപോലുള്ള എതിർത്തുള്ള ജനവിധിയായിരിക്കും ഇനി തുടരുക, അല്ലേ? അതെ, തീർച്ചയായും.
അതായത് ജനങ്ങളുടെ ഒരു ജനാധിപത്യ ബോധത്തെ, ജനാധിപത്യത്തിലുള്ള അവരുടെ ബോധത്തെ, അതുപോലെ തന്നെ ഭരണത്തെ വിലയിരുത്തുന്നതിനുള്ള അവരുടെ കഴിവിനെ, രാഷ്ട്രീയത്തെ ഒക്കെ കളിയാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളായിരുന്നു ഈ ദിവസങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒന്നുമല്ല കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്നൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും ചെലവാകില്ല, ജനുവിനായി കൃത്യതയോടുകൂടി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറായി എങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 10 വർഷം പുറകോട്ട് പോയി. സമകാലീന ആനുകാലിക വികസനവുമായി ബന്ധപ്പെട്ട് അത് വ്യവസായ വികസനമായിക്കോട്ടെ, കാർഷിക വികസനമായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ മേഖലയിലും കേരളം പുറകോട്ട് പോയി. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ, തൊഴിലിന്റെ കാര്യത്തിൽ ഒക്കെ കേരളം പുറകോട്ട് പോയി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണം എങ്ങനെ കേരളത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഉൽപാദന പ്രക്രിയ നടക്കണം, കാർഷികോൽപാദനം നടക്കണം, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ടേക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം മറന്നുകൊണ്ടായിരുന്നു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ പേരിൽ ബാലിശമായ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെതായ ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ഉള്ള കാര്യം പറയാനായിട്ട് സമൂഹത്തോടും രാഷ്ട്രീയ മേഖലയിലുള്ളവരോടും ഉള്ള കാര്യം പറയാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഈ ഇലക്ഷനിൽ നേരിട്ട് ഒരു കക്ഷിക്ക് വേണ്ടി സംസാരിക്കുകയോ ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തില്ല. പക്ഷേ ഇലക്ഷന് വളരെ മുന്നേ തന്നെ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നതിന്റെ കൃത്യമായ ചിത്രം നമ്മൾ പൊതുജന സമക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലകളില്, ഭരണ മേഖലകളിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയാസിനും അത് നല്ലതുപോലെ അറിയാം, മീഡിയയിലും നമ്മളത് കൃത്യമായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയും നമ്മൾ തുടരും. ജനങ്ങളെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് തുറന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ച് ഇത്രമാത്രം അവഗണിച്ചിട്ടുള്ള ഒരു ഭരണകാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. അത് മുരമം കേസിലായിക്കോട്ടെ, അത് JB കോശി കമ്മീഷൻ കേസിലായിക്കോട്ടെ, അത് നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാലിശമായ ചില അവകാശവാദങ്ങളുടെ പേരിലായിക്കോട്ടെ, ചില ആവശ്യങ്ങളുടെ പേരിലായിക്കോട്ടെ, ഒക്കെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഈ സർക്കാർ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് തുറന്നു കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അതായത് അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്ത, അധികാരത്തിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത സാധാരണക്കാരായ കർഷകർ, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യര്, വന്യജീവി ആക്രമണം നേരിടുന്നവര്, വനംവകുപ്പിന്റെ ആക്രമണം, വനംവകുപ്പിന്റെ ഭീഷണി ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവര്, റവന്യൂവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ നേരിടുന്നവര്, പട്ടയം പോലുള്ള കാര്യങ്ങൾ കിട്ടാത്തവര്, പുതിയ ഭൂപതിവ് ചട്ട ഭേദഗതികളിലൂടെ ദുരിതത്തിലേക്കാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ, കേരളത്തെ മുഴുവൻ ദുരിതത്തിലാക്കുന്നതെന്നാണ് ഈ 2023 ഭൂപതിവ് ചട്ട ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളോടൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾ, അവരുടെ നിലപാടും കൃത്യതയോടുകൂടി തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മൂന്നാം ഓപ്ഷനിലേക്കും ജനങ്ങൾ കടക്കുമെന്ന സൂചന ഇവിടെ കേരളം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ലായിരുന്നു. മൂന്നാം ഓപ്ഷൻ ഇല്ലെന്ന് 2 ഓപ്ഷനേ ഉള്ളൂ, ഇടതോ വലുതോ എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ കടക്കുന്നു എന്നൊരു സന്ദേശം കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ജനാധിപത്യം ആവശ്യപ്പെടുന്ന തരത്തിൽ, ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ, ഭരണത്തിന്റെ സുതാര്യത സംരക്ഷിക്കത്തക്ക തരത്തിൽ, ഭരണത്തിന്റെ കാര്യക്ഷമത നിലനിർത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റുകളും ഭരണാധികാരികളും മുന്നോട്ട് പോകണം. അത് പോകുന്നില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ സാമൂഹികമായ ഉത്തരവാദിത്വം നിറവേറ്റും. അത് യാതൊരു തർക്കവുമില്ല. നമ്മൾ സമരമെങ്കിൽ സമരം, പ്രൊപ്പഗാന്ത എങ്കിൽ പ്രൊപ്പഗാന്ത, അതല്ല സാമൂഹികമായ നേരിട്ടുള്ള ഇടപെടലെങ്കിൽ അത് ആ തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ പാർട്ടി അല്ലാതിരിക്കുമ്പോൾ തന്നെ എന്താണ്, എവിടേക്കാണ് രാഷ്ട്രീയം പോകേണ്ടതെന്നും എന്താണ് രാഷ്ട്രീയമെന്നും കൃത്യമായി അറിയാവുന്നവരും ആ തരത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവരുമാണ്. അതിനിയും തുടരുമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ശ്രീ ജോസൂട്ടി ഒഴികയിൽ പ്രതികരിച്ചതിന്. കാരണം വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തം. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു.